തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ബിജെപി ജില്ലാ അധ്യക്ഷന്മാർ ചുമതലയേറ്റെടുത്തു. തിരുവനന്തപുരം സെൻട്രൽ ജില്ലാ അധ്യക്ഷനായി കരമന ജയനും കൊല്ലം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷയായി രാജീവ് പ്രസാദും ചുമതലയേറ്റു. ബിജെപിയുടെ മുതിർന്ന നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും ചടങ്ങിൽ സാക്ഷികളായി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെയാണ് ബിജെപിയിൽ സംഘടനാ മാറ്റം വരുന്നത്. സംസ്ഥാനത്തെ 30 സംഘടനാ ജില്ലകളിൽ പ്രഖ്യാപിച്ച ജില്ലാധ്യക്ഷന്മാർ ഇന്ന് ചുമതലയേറ്റെടുത്തു. ബിജെപി തിരുവനന്തപുരം സെൻട്രൽ ജില്ലാ പ്രസിഡന്റായി കരമന ജയനെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രഖ്യാപിച്ചു. ശേഷം മുൻ ജില്ലാധ്യക്ഷൻ കൂടിയായ കരമന ജയൻ പുതിയ ചുമതല ഏറ്റെടുത്തു. ബിജെപി കൂട്ടായ പ്രവർത്തനത്തിലാണ് വിശ്വസിക്കുന്നതെന്നും വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമ്പോഴാണ് ചുമതലമാറ്റം നടക്കുന്നതെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാന സർക്കാരിനെതിരെ CAG കണ്ടെത്തിയത് ഗുരുതര കാര്യങ്ങളാണ്. അഴിമതി തുറന്നുകാട്ടാൻ പിണറായിക്ക് മുന്നിൽ പ്രതിപക്ഷത്തിന് മുട്ടിടിക്കുന്നുവെന്നും വി മുരളീധരൻ. 500 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് 1500 കൊടുത്തതിന് സാമ്പത്തിക ചട്ടങ്ങൾ, നടപടിക്രമങ്ങൾ പാലിക്കാതെ ഈ തരത്തിൽ വെട്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ബിജെപിയുടെ CAG ആണ് എന്ന് പറഞ്ഞ് ഒരു ദിവസത്തെ പത്രവാർത്തയിൽ വരുത്താനാണെങ്കിൽ അത് മതി. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ മുന്നിലും അത് മതി. കേരളത്തിന്റെ നിയമസഭയിൽ പിണറായി വിജയന്റെ മുന്നിൽ മുട്ടിടിക്കുന്നത് കൊണ്ടാണോ നിങ്ങൾക്കാർക്കും പിണറായി വിജയന്റെ ട്രഷറി ബെഞ്ചിന് മുന്നിൽ പോയി നിന്ന് മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണോ, ധൈര്യമില്ലാത്തതാണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തന്നിലേൽപ്പിച്ച ചുമതല കൃത്യമായി നിർവഹിക്കുമെന്ന ബിജെപി തിരുവനന്തപുരം സെൻട്രൽ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ. അനന്തപുരിയിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി എന്നെ ഒരു 12 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ജില്ലാ പ്രസിഡന്റായി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിന് മുഴുവൻ ആൾക്കാർക്കും എൻ്റെ എല്ലാമായ പാർട്ടി പ്രവർത്തകർക്കടക്കം ഞാൻ സാദരം നമിക്കുകയാണ്. ഒട്ടേറെ ഇനിയും സഞ്ചരിക്കാനുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ ഉത്തരവാദിത്തോടുകൂടി എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ നിർവഹിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്ത് പറയുകയാണ്. തീർച്ചയായിട്ടും അത് നിർവഹിക്കുക തന്നെ ചെയ്യും. ബിജെപി കൊല്ലം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷയായി രാജീവ് പ്രസാദ് ചുമതലയേറ്റു. ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ബിജെപി സംസ്ഥാന സഹഭരണാധികാരി പുഞ്ചക്കരി സുരേന്ദ്രൻ പ്രഖ്യാപനം നടത്തി. ഇന്ന് നമ്മൾ നിശ്ചയിച്ച തരത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ പ്രശാന്തിനെ കൊല്ലം ജില്ലയുടെ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായിട്ട് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. മിനിറ്റ്സ് ബുക്ക് കൈമാറി മുൻ ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ നിയുക്ത കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റിനെ ഷാൾ അണിയിച്ചു. തുടർന്ന് നടന്ന അനുമോദന സഭ PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറെ മാസങ്ങളായി സംഘടനാ പർവം എന്ന രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി അഖില ഭാരതീയമായി അതിന്റെ അംഗങ്ങളെ ചേർക്കുന്നതും പുതുക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനത്തിലായിരുന്നു. ഏതായാലും അംഗങ്ങളെ ചേർക്കുക, പുതുക്കുക, ഈ പ്രവർത്തനത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും ഒരു കാര്യം തെളിയിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊരിക്കൽ കൂടി തെളിയിച്ചു. കൊല്ലം വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായി S പ്രശാന്ത് ചുമതലയേറ്റു. മുൻ കൊല്ലം ജില്ലാ അധ്യക്ഷൻ BB ഗോപകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ജനം, തിരുവനന്തപുരം.